കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമുവൽ ജെറോം എന്ന് പറയുന്നത് ഒരു ഉഡായിപ്പ് ടീമാണെന്നുള്ളത്. അപ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തലാലിൻ്റെ സഹോദരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തലാലിൻ്റെ പ്രശ്നം, തലാലിനെ കൊന്ന നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സാമുവൽ ജെറോം ഒരിക്കൽ പോലും ഞാനുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാര് പറയുന്നു? തലാലിൻ്റെ സഹോദരൻ പറയുന്നു. ഇതുവരെ ഈ പറയുന്ന സാമുവൽ ജെറോമുമായിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി യാതൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ഫേസ്ബുക്കിൽ തലാലിൻ്റെ സഹോദരൻ ഇട്ടത്. എന്ന് മാത്രമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷ കോടതി ഉത്തരവിടുന്ന സമയത്ത് ആ സമയത്താണ് സാമുവൽ ജെറോമിനെ നേരിട്ട് ഈ ചങ്ങായി കാണുന്നത്, തലാലിൻ്റെ സഹോദരൻ കാണുന്നത്. ആ കാണുന്ന സമയത്ത് സാമുവൽ ജെറോം നേരെ പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അടിപൊളി എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയ ആളാണ് സാമുവൽ ജെറോം. അപ്പോൾ ഇതേ സാമുവൽ ജെറോമാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെ പൊട്ടം കളിപ്പിച്ച് ഞാൻ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഈ പറയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി $40,000 മേടിച്ചെടുക്കുകയും അത് ഈ പറയുന്ന സാമുവൽ ജെറോം ഡയറക്റ്റ് മേടിച്ചെടുത്തു എന്നുള്ളതല്ല, $40,000 ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എംബസിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പൈസ എവിടെ പോയി എന്നുള്ളതിൻ്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇതുവരെ കണക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം വീണ്ടും ഒരു $20,000 കൂടെ വേണം, അതായത് ചർച്ചയ്ക്ക് പോകാൻ വേണ്ടി മാത്രമാണ് $20,000 വേണം എന്ന് സാമുവൽ ജെറോം വീണ്ടും ആവശ്യപ്പെട്ടു. കാരണം ഇവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് സാമുവൽ ജെറോം ഇതേപോലെ പൈസ ആവശ്യമുണ്ട്, ചർച്ചയ്ക്ക് പോകണം എന്നുള്ളത് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇതിങ്ങനെ പിരിച്ചു കൊടുത്തു. ഓക്കെ, ഈ പിരിച്ചു കൊടുത്ത പൈസ സാമുവൽ ജെറോം എടുത്ത് പുട്ടടിച്ചോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ആവശ്യത്തിന് ഇങ്ങനെ പൈസ മേടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ പറയുന്ന തലാലിൻ്റെ കുടുംബവുമായിട്ട് സാമുവൽ ജെറോം ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിന് ശേഷം ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലോ. അപ്പോഴത്തേക്കും ഇന്നായപ്പോഴത്തേക്കും ഈ പറയുന്ന തലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം നിമിഷപ്രിയൻ്റെ മോചനം ഏകദേശം അടുത്ത് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് സാമുവൽ ജെറോമിനെ കുറിച്ച് ഒരു വാർത്ത കണ്ടിട്ട് വരാം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. മധ്യസ്ഥ ചർച്ചയുടെ പേരിൽ സാമുവൽ ജെറോം പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് ആരോപണം. $40,000 നേരത്തെ വാങ്ങിയ സാമുവൽ ജെറോം വീണ്ടും $20,000 പിരിക്കാൻ ശ്രമിക്കുന്നു. ഒരു തവണ പോലും സാമുവൽ കുടുംബവുമായി സംസാരിച്ചിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ പറയുന്നു. പിയാസുനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ തലാലിന്റെ സഹോദരൻ തന്നെ നേരിട്ട് സാമുവൽ ജെറോമിനെതിരെ രംഗത്ത് വരികയാണ്. ഇതിന്റെ പിന്നിൽ ചിലർ പണപ്പിരിവും പുട്ടണിയും കൂടി നടത്തുന്നുണ്ടോ പിയാസുനിൽ? അരുൺ, ഏതായാലും ആ തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. സാമുവൽ ജെറോം എംഎല്ലിലുള്ള മലയാളി അഭിഭാഷകനാണ്. സാമുവൽ ജെറോമിന്റെ വസതിയിലാണ് നിമിഷപ്രിയയുടെ മാതാവ് അമ്മ തങ്ങുന്നത്. അപ്പോൾ സാമുവൽ ജെറോം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ നിമിഷപ്രിയ സേഫ് ഫോറത്തിന്റെ ഒക്കെ തന്നെ ഭാഗമായിരുന്നു. ഏതായാലും ഇപ്പോൾ സാമുവൽ ജെറോമിനെതിരെ ഗുരുതരമായ ആരോപണം അബ്ദുൾ മെഹദി ഉയർത്തുകയാണ്. നേരത്തെ $40,000 ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ ഭാഗമായി സാമുവൽ ജെറോം വാങ്ങിയിരുന്നു. ആ പണത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ $20,000 കൂടി ഇദ്ദേഹം പിരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അബ്ദുൾ മെഹദി ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുന്നത്. ഒരു തവണ പോലും തലാലിന്റെ കുടുംബവുമായി സാമുവൽ ജെറോം സംസാരിച്ചിട്ടില്ല. ഒരു ടെലിഫോൺ മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും അബ്ദുൾ മെഹദി ആരോപണമായി ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ഒരു മധ്യസ്ഥ ചർച്ചയുടെ കാര്യത്തിൽ ഒരു പ്രയോജനവുമില്ല. കുടുംബം ഉറച്ച നിലപാടിലാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം എന്ന നിലപാടിൽ ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ആവർത്തിച്ച് ഇപ്പോൾ അബ്ദുൾ മെഹദി ഫേസ്ബുക്കിലൂടെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ചിലർ ഇത്തരത്തിൽ ഇടപെടുന്നത് അവർക്ക് വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന ആരോപണം കൂടി ഇപ്പോൾ ഗുരുതരമായി ഒരു വിഷയമായി ഉന്നയിക്കുകയാണ് അബ്ദുൾ മെഹദി. ഓക്കെ, അത് സുനിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സാമുവൽ ജെറോമിനെ പോലെയുള്ളവർ അങ്ങനെ പണപ്പിരിവ് സത്യമായിട്ടും സാമുവൽ ജെറോം ഇമാതിരി പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധവും ശുദ്ധ തെണ്ടിത്തരവും ശുദ്ധ പോക്കൃത്തരവുമാണ്. കാരണം നാട്ടുകാരെ മൊത്തം, അതായത് ഇന്ത്യക്കാരെ മൊത്തമാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമുവൽ ജെറോം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിമിഷപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ ജയിലിൽ കഴിയുന്നു.
ആ ജയിലിൽ കഴിയുന്ന, അതായത് വധശിക്ഷ കാത്തു കഴിയുന്ന ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ളവർ ആളുകളെല്ലാവരും കൂടി സഹായിക്കുമ്പോൾ ആ പൈസ എടുത്ത് പുട്ടടിക്കുകയും അല്ലെങ്കിൽ ആ പൈസ മേടിച്ച് വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി യാതൊന്നും ചെയ്യാതെ പിന്നെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇങ്ങനെ വീമ്പളക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ പോക്കൃത്തരമാണെന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം ഈ ഒരു സാമുവൽ ജെറോമിൻ്റെ ഈ കഥയെല്ലാം ഇങ്ങനെ പൊങ്ങി വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിമിഷപ്രിയനെ ജൂലൈ 16-ാം തീയതി തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാന്തപുര ഉസ്താദ് യമനി പൗരന്മാരുമായിട്ട് അല്ലെങ്കിൽ യമനി പുരോഹിതന്മാരുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ ഫലമായിട്ട് ജൂലൈ 16-ാം തീയതി നടത്തേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചു. ഇതോടുകൂടി സാമുവൽ ജെറോമിന് ഇരിക്കപ്പുറതി ഇല്ലാതായി. കാരണം ഞാനാണ് നിമിഷപ്രിയൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടി ഞാനാണ് മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രതീതി എല്ലാവരുടെ മനസ്സിലും വെച്ചുകൊണ്ടിരുന്ന സാമുവൽ ജെറോമിൻ്റെ അഹങ്കാരത്തിനും അല്ലെങ്കിൽ അയാളുടെ ഈ പറയുന്ന തള്ളിനും ഉള്ളൊരു അടിയായിരുന്നു കാന്തപുര ഉസ്താദിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. പക്ഷേ കാന്തപുര ഉസ്താദിൻ്റെ ഇടപെടൽ സാമുവൽ ജെറോം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമുവൽ ജെറോം ആ സമയത്തും പറഞ്ഞത്, അയ്യോ കാന്തപുരം ഉസ്താദ് ഒന്നുമല്ല ഇതൊന്നും ചെയ്തത്, എല്ലാം ചെയ്തത് ഞാനും എൻ്റെ ശിങ്കിടികളും എൻ്റെ എന്താ പറയുക നമ്മുടെ മോദിജിയും ഈ പറയുന്ന അമിത്ഷായൊക്കെയാണെന്നാണ് സാമുവൽ ജെറോം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ സാമുവൽ ജെറോം നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും നിമിഷപ്രിയ ചെയ്ത കുറ്റത്തെക്കുറിച്ച് വാതോരാതെ മാധ്യമങ്ങളിൽ പോയിട്ട് സംസാരിക്കില്ല. അങ്ങനെ ഒരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതായത് സാമുവൽ ജെറോം പറയുന്നു, ഞാൻ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്, നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ അതേ ആൾ കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിൽ വന്നിട്ട് ഇതേ നിമിഷപ്രിയ കൊടും കുറ്റവാളിയാണ്, നിമിഷപ്രിയാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്തത്, എന്നിട്ട് ഈ പറയുന്ന യമനി യുവതിയും കൂടെ ഉണ്ടായിരുന്നു നിമിഷപ്രിയൻ്റെ കൂടെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ആ യമനി യുവതി ഇതൊന്നും ചെയ്തതല്ല, നിമിഷപ്രിയ തന്നെയാണ് ഫുള്ള് ചെയ്തതെന്നുള്ള രീതിയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അതായത് താൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഒരാളുടെ ഒരു നെഗറ്റീവ് ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്യും. അയാൾക്ക് നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗ് പറയില്ല. ഇപ്പോൾ ഈ നിമിഷപ്രിയ ഇയാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഞാനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ രക്ഷിക്കണം എന്നുള്ളൊരു അഡ്വക്കേറ്റ്, രക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഒരിക്കലും വന്നിട്ട് ഇതേപോലെ മാധ്യമങ്ങളിലൂടെ ഡയലോഗ് അടിക്കൂല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സാമുവൽ ജെറോമിന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളികൾ നടന്നിട്ടുണ്ടാവാം. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നിമിഷപ്രിയനെ മോചിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതായത് സുപ്രീം കോർട്ടും ഈ പറയുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റും കാന്തപുര ഉസ്താദും എല്ലാവരും ഇടപെട്ട് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏകദേശം വഴി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ സാമുവൽ ജെറോമിനെ പോലെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ബാക്കിലൂടെ വന്ന് പണി തരുന്നവരുണ്ടെങ്കിൽ വീണ്ടും ഇത് അവതാളത്തിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് നല്ലത് ആരാണ് മോശം എന്നൊന്നും മനസ്സിലാവാത്ത ഈ ഒരു ലോകത്ത് ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് സാമുവൽ ജെറോം. ഓക്കെ, ഇത്രയും നാളായിട്ട് യമനിലെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഘോരമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള തള്ളിക്കൊണ്ടിരുന്ന സാമുവൽ ജെറോമിനെ തള്ളിക്കൊണ്ട് ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നത്തേക്ക് റിമൂവ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കളികൾ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നിമിഷപ്രിയവുമായിട്ടുള്ള ആ ഒരു ഒത്തുതീർപ്പ് ചർച്ച ഫലം കണ്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സാമുവൽ ജെറോമിനെ പോലുള്ളവരെ സൂക്ഷിക്കുക. അതായത് രക്ഷിക്കാനാണെന്നും പറഞ്ഞിട്ട് കൂടെ കൂടും, അവസാനം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൈമലർത്തുകയും ചെയ്യും. ഇതിപ്പോൾ ഈ പറയുന്ന $40,000 $20,000 സാമുവൽ ജെറോം എടുത്തു എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു, എങ്ങനെ അത് ചിലവായി എന്നുള്ളതിൻ്റെ കണക്കുകൾ കറക്റ്റായിട്ട് ബോധിപ്പിക്കാനുള്ള ഒരു മാന്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം സാമുവൽ ജെറോമിനുണ്ട്. കാരണം സാമുവൽ ജെറോമിനെയാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ചു, അതായത് തലാലിൻ്റെ കുടുംബവുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയില്ലെങ്കിൽ എന്തിനു വേണ്ടി ഈ പറയുന്ന പൈസ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു വിവരണം സാമുവൽ ജെറോം തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.